അപ്പോൾ ഒരു ചിക്കൻ കറീൻ്റെ മേലെ ഞാനിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏതൊരു ക്ലീനിങ് ലിക്വിഡിനേക്കാളും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനത്തിൽ നിന്നാണ്. ഇത് കിച്ചണിലൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിലും പിന്നെ നമ്മൾ വീട്ടിലെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച, ഉറുമ്പ്, പാറ്റ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും മാറി നിൽക്കുന്നു മാത്രമല്ല വീട്ടിൻ്റെ ഉള്ളിലാകെ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടല്ല. മല്ലി, പുതിന ഒക്കെ നമ്മൾ കുറച്ചധികം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരും ചെയ്യണത് തന്നെ ആയിരിക്കും. അത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡും പിന്നെ കുറച്ച് ടിപ്സൊക്കെയാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ അതെല്ലാം ചെയ്തെടുക്കണം എന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ പുതിനാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് പുതിന ഞാൻ മാറ്റി വെക്കുന്നത് അതിൻ്റെ ലീവ്സ് മാത്രം എടുക്കാനായിട്ടാണ്. അപ്പം അതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് തണ്ടുകൾ മാറ്റിയെടുത്ത് വെക്കുകയാണ്. അപ്പം മാറ്റി വെച്ച തണ്ടുകളിൽ നിന്ന് തളിരല ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഇലകളും ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. ഇതായത് ഇപ്പം ഞാൻ ആ ഒരു തണ്ടിൻ്റെ മുളന്ന് മാറ്റിയെടുത്തിട്ടുള്ള ഒരു പുതിനേൻ്റെ ലീവ്സാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനിതാ ഒരു ബോക്സിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലിനിയിപ്പോൾ ഈ ഒരു പുതിനേൻ്റെ ഇലകളൊക്കെ നമുക്ക് നിരത്തി വെക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ തീരെ വെള്ളത്തിൻ്റെ ഇത് തട്ടാതെ നോക്കണം. കാരണം വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചീഞ്ഞു പോവും. അപ്പോൾ വെള്ളം തട്ടാതുള്ള നല്ല ലീവ്സ് മാത്രം നോക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ട് അടച്ച് വെക്കുക. ഇപ്പോൾ ഞാനൊരു സ്ട്രോബെറിൻ്റെ ബോക്സിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതുപോലെ എന്തെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കുക. അപ്പോൾ അതാ ഞാൻ പുതിന വാങ്ങിച്ചപ്പോൾ കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വേറൊരു ബോക്സിൽ ഇത് അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ച് കൊടുത്ത് എന്നിട്ട് ഇത് കുറച്ച് തണ്ടോട് കൂടിയിട്ടുള്ള പുതിനേൻ്റെ ഒരു തന്നെയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് അതുപോലെ തന്നെ ഒന്ന് കുറച്ചിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഭയങ്കര ഇങ്ങനെ കൂടുതലായിട്ട് നിറച്ച് ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വാടിപ്പോവും. ഇങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ, വാടിപ്പോവാതൊക്കെ. അപ്പോൾ അതിൻ്റെ മേലതാ വേറൊരു ടിഷ്യൂ പേപ്പറും കൂടെ ഉണ്ട്, കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ബോക്സ് അടച്ച് വെക്കുമ്പോഴുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് തന്നെ അത് വെള്ളത്തിൻ്റെ ഇതൊക്കെ അബ്സോർബായി പോയിക്കോളും. കുറച്ച് എന്താ പറയുക ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നിൽക്കും കേട്ടോ. അതിനിപ്പോൾ ഞാൻ അടുത്തത് മല്ലിയിലാണ്. മല്ലിയില ഞാൻ ഒരു സെറ്റ് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കറിയിലൊക്കെ ഇടാൻ എടുക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ എന്നിട്ട് ഞാൻ കറിയിലിടുന്ന സമയത്താണിത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കും, എന്നിട്ടാണ് കറിയിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് അടച്ച് വെക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലല്ല കിട്ടിയത്. അപ്പോൾ കുറച്ചൊരു നല്ല ലീവ്സ് മാത്രമായിട്ടുള്ളതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് ആ ഒരു ബോക്സിലേക്ക് ആക്കിയത്. ബാക്കി തണ്ടും ലീവ്സും എല്ലാം കൂടെ അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു മല്ലിയിലൻ്റെ തണ്ടും ലീഫൊക്കെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അതാ കണ്ടില്ല, ഇപ്പോൾ നല്ല ലിക്വിഡായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു ഐസ് ട്രേയിലാണ്. അപ്പോൾ ഈ ഒരു ഐസ് ട്രേയിലേക്ക് ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ ആ ഒരു ലെവലിലാക്കിയിട്ടാണ് ഞാൻ ഓരോ ട്രേയിലേക്കും ഇങ്ങനെ ഓരോ ഇതിലേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനെടുത്ത് വെക്കലുണ്ട്. കുറച്ച് എന്താ പറയുക ഫ്രഷ് ആയിട്ടല്ലാത്തൊരു ലീവ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിലും കൂടുതൽ നാൾ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനിതൊരു 1 മന്തിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യലുണ്ട്.
കാരണം നമ്മളിങ്ങനെ ഒരു ഐസ് ട്രേയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലീവ്സൊക്കെ ഫസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കറിയിലും ഇതൊക്കെ ഉപയോഗിക്കാൻ ഇതെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കറിയിലും നമ്മൾ എന്തൊരാവശ്യത്തിനും മല്ലീൻ്റെ ഒരു ആവശ്യത്തിനൊക്കെ നമുക്ക് ഈ ഓരോ ക്യൂബ്സ് ആക്കിയിട്ട് അപ്പോൾ അതുപോലെ ഞാനൊരു ഫ്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഫ്രഷ് ലീവ്സൊക്കെ മാറ്റിയതിന് ശേഷമുള്ള ബാക്കി ലീവ്സും തണ്ടും ഒക്കെ ആണത്. ഇതിലിപ്പോൾ വാടിയതും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാനിതപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വാടിയ ഇലകളും തണ്ടും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തണ്ടും ഇതൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് നേർപ്പിച്ചെടുക്കണം. അപ്പോൾ കട്ടിയിലാണുള്ളത്. അപ്പോൾ ഇതാ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ഇതിൽ നിന്നൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ലൊരു ലിക്വിഡ് ഫോമിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടതായി ഒരു ലിക്വിഡിനെ ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു സ്പ്രേ ബോട്ടിലുമാരുള്ള എടുത്താൽ നമുക്കിത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാനിപ്പോൾ ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ആ ലിക്വിഡ് ഒന്നും കൂടെ ഒന്ന് നേർപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലായതുകൊണ്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി കുറച്ചുകൂടെ നേർപ്പിച്ച് കൊടുക്കുകയാണ്. അതപ്പോൾ ഇങ്ങനെ തന്നെ ഒരു സ്പ്രേ ചെയ്തിട്ട് നമുക്ക് നേരിട്ട് തന്നെ ഡയറക്റ്റ് നമുക്കൊരു കൗണ്ടർ ടോപ്പിലോ ഇതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഈച്ചൻ്റെ ശല്യം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ എന്താ പറയുക ഡേറ്റ്സിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ച നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കിച്ചണിലെ വോളിലും ഒക്കെ ആ ഒരു സ്റ്റൗവിൻ്റെ അടുത്തുള്ള ആ ഒരു ബോളിലൊക്കെ ഉള്ള ടൈലിലൊക്കെ തന്നെ ഇതൊരു സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്ത് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഗ്യാസ് സ്റ്റോപ്പും തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്ത ഒരു സ്മെല്ലൊക്കെ പോകാനും ഒക്കെ നല്ല കിച്ചണ് നല്ലൊരു സ്മെല്ലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിനൻ്റെ ഇലയൊക്കെ ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും ഞാനിങ്ങനെ ഒരു ഇതിലേക്ക് ബോക്സിലേക്ക് ഇലകൾ മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ തന്നെ നല്ല പൊടിയായി കിട്ടും. ഈ ഒരു പൊടി നമുക്ക് കറികളിലൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിത് ചിക്കൻ കറിയിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഈ ഒരു കസൂരി മേത്തി ഒറിഗാനൊക്കെ ചേർക്കണ അതിനൊക്കെ പകരമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതന്നെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്.